ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 6th സ്റ്റാൻഡേർഡ് 4th ചാപ്റ്ററായ അഹം ച ത്വം ച, ഞാനും നീയും. നമുക്ക് നോക്കിയാലോ. മമ നാമ ഭരതഃ, എൻ്റെ പേര് ഭരതാണ്. അഹം ഛാത്രഃ, ഞാൻ സ്റ്റുഡൻ്റാണ്. മമ നാമ ഗണേശഃ, എൻ്റെ പേര് ഗണേശാണ്. അഹം ശിക്ഷകഃ, ഞാൻ ടീച്ചറാണ്. മമ നാമ ഗൗതമഃ, എൻ്റെ പേര് ഗൗതമാണ്. അഹം ചികിത്സകഃ, ഞാൻ ഡോക്ടറാണ്. മമ നാമ രാഘവഃ, എൻ്റെ പേര് രാഘവ. അഹം കൃഷകഃ, ഞാനൊരു ഫാർമറാണ്. ഞാൻ ഫാർമറാണ്. ഇവിടെ എടുത്ത് ഞാൻ അർത്ഥം കൊടുത്തിട്ടുണ്ട് കേട്ടോ, നോക്കണേ. അടുത്തത് മമ നാമ മേനക, എൻ്റെ പേര് മേനക. അഹം ഛാത്ര, ഞാൻ സ്റ്റുഡൻ്റാണ്. ഇവിടെ സ്ത്രീലിംഗാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മമ നാമ പ്രിയംവദ, എൻ്റെ പേര് പ്രിയംവദ. അഹം ശിക്ഷിക, എൻ്റെ പേര് പ്രിയംവദ, ഞാൻ ടീച്ചറാണ്. മമ നാമ സുമിത്ര, എൻ്റെ പേര് സുമിത്ര. അഹം ചികിത്സിക, ഞാൻ ഡോക്ടറാണ്, ഫീമെയിൽ ഡോക്ടർ. മമ നാമ രാധിക, എൻ്റെ പേര് രാധിക. അഹം സൈനികി, ഞാൻ സോൾജറാണ്. പുല്ലിംഗം നോക്കാം. ത്വം കഃ, നീ ആരാണ്? അഹം സൈനികഃ, ഞാൻ സൈനികനാണ്. യുവാം കൗ, നിങ്ങൾ രണ്ടുപേരും ആരാണ്? ആവാം സൈനികൗ, ഞങ്ങൾ രണ്ടുപേരും സൈനികരാണ്, സോൾജേഴ്സാണ്. യൂയം കെ, നിങ്ങളെല്ലാവരും ആരാണ്? വയം സൈനികാഹ, ഞങ്ങളെല്ലാവരും സോൾജേഴ്സാണ്. ത്വം കഃ, നീ ആരാണ്? അഹം ഗായകഃ, ഞാൻ സിംഗറാണ്. യുവാം കൗ, നിങ്ങൾ രണ്ടുപേരും ആരാണ്? ആവാം ഗായകൗ, ഞങ്ങൾ രണ്ടുപേരും സിംഗേഴ്സാണ്. യൂയം കെ, നിങ്ങളെല്ലാവരും ആരാണ്? വയം ഗായകാഹ, ഞങ്ങളെല്ലാവരും സിംഗേഴ്സാണ്. ത്വം കഃ, നീ ആരാണ്? നിങ്ങളാരാണ്? അഹം പത്രകാരഃ, ഞാൻ ജേർണലിസ്റ്റാണ്. യുവാം കൗ, നിങ്ങൾ രണ്ടുപേരും ആരാണ്? ആവാം പത്രകാരൗ, ഞങ്ങൾ രണ്ടുപേരും ജേർണലിസ്റ്റുകളാണ്. യൂയം കെ, നിങ്ങളെല്ലാവരും ആരാണ്? വയം പത്രകാരാഹ, ഞങ്ങളെല്ലാവരും ജേർണലിസ്റ്റാണ്. ത്വം കഃ, നീ ആരാണ്? അഹം പാചകഃ, ഞാൻ കുക്കാണ്. യുവാം കൗ, നിങ്ങൾ രണ്ടുപേരും ആരാണ്? ആവാം പാചകൗ, ഞങ്ങൾ രണ്ടുപേരും കുക്കാണ്. യൂയം കെ, നിങ്ങളെല്ലാവരും ആരാണ്? വയം പാചകാഹ, ഞങ്ങളെല്ലാവരും കുക്കാണ്. ഓക്കെ. സ്ത്രീലിംഗം, ഇനി ഫീമെയിൽ വേർഷനാണ് പറയാൻ പോകുന്നത്. ത്വം കാ, നീ ആരാണ്? അഹം ഗായിക, ഞാൻ ഒരു ഗായികയാണ്. യുവാം കെ, നിങ്ങൾ രണ്ടുപേരും ആരാണ്? ആവാം ഗായികേ, ഞങ്ങൾ രണ്ടുപേരും ഗായകന്മാരാണ്, അതായത് സിംഗേഴ്സാണ്. യൂയം കാഹ, നിങ്ങളെല്ലാവരും ആരാണ്? വയം ഗായികാഹ, ഞങ്ങളെല്ലാവരും സിംഗേഴ്സാണ്, ഫീമെയിൽ സിംഗേഴ്സ്. ഓക്കെ. ത്വം കാ, അഹം തന്ത്രജ്ഞ, നീ ആരാണ്? ഞാൻ ടെക്നീഷ്യനാണ്. യുവാം കെ, നിങ്ങൾ രണ്ടുപേരും ആരാണ്? ആവാം തന്ത്രജ്ഞേ, ഞങ്ങൾ രണ്ടുപേരും ടെക്നീഷ്യൻസാണ്. യൂയം കാഹ, നിങ്ങളെല്ലാവരും ആരാണ്? വയം തന്ത്രജ്ഞാഹ, ഞങ്ങളെല്ലാവരും ടെക്നീഷ്യൻസാണ്. ത്വം കാ,
നീ ആരാണ്? അഹം നർത്തകി, ഞാൻ ഡാൻസറാണ്. യുവാം കെ, നിങ്ങൾ രണ്ടുപേരും ആരാണ്? ആവാം നർത്തക്യൗ, ഞങ്ങൾ രണ്ടുപേരും ഡാൻസേഴ്സാണ്. യൂയം കാഹ, നിങ്ങളെല്ലാവരും ആരാണ്? വയം നർത്തക്യഃ, ഞങ്ങളെല്ലാവരും ഡാൻസേഴ്സാണ്. ത്വം കാ, നീ ആരാണ്? അഹം പാചിക, ഞാൻ കുക്കാണ്, അതായത് ഫീമെയിൽ കുക്ക്. യുവാം കെ, നിങ്ങൾ രണ്ടുപേരും ആരാണ്? ആവാം പാചികേ, ഞങ്ങൾ രണ്ടുപേരും കുക്കാണ്. യൂയം കാഹ, നിങ്ങളെല്ലാവരും ആരാണ്? വയം പാചിക്കാഹ, ഞങ്ങളെല്ലാവരും കുക്കാണ്. ത്വം ചിത്രകാരഃ അസി, നീ പെയിൻറ്ററാണ്. യുവാം ചിത്രകാരോസ്തഃ, നിങ്ങൾ രണ്ടുപേരും പെയിൻറ്റേഴ്സാണ്. യൂയം ചിത്രകാരാः സ്തഃ, നിങ്ങളെല്ലാവരും പെയിൻറ്റേഴ്സാണ്. അഹം ആരക്ഷകഃ അസ്മി, ഞാൻ പോലീസാണ്. ആവാം ആരക്ഷകൗ സ്ത്വഃ, ഞങ്ങൾ രണ്ടുപേരും പോലീസാണ്. വയം ആരക്ഷകാः സ്മഃ, ഞങ്ങളെല്ലാവരും പോലീസാണ്. ത്വം ഗായിക അസി, നിങ്ങൾ സിംഗറാണ്. യുവാം ഗായികേ സ്തഃ, നിങ്ങൾ രണ്ടുപേരും സിംഗേഴ്സാണ്. യൂയം ഗായികാः സ്തഃ, നിങ്ങളെല്ലാവരും സിംഗേഴ്സാണ്. അഹം ചികിത്സിക അസ്മി, ഞാൻ ഡോക്ടറാണ്. ആവാം ചികിത്സികേ സ്വഃ, ഞങ്ങൾ രണ്ടുപേരും ഡോക്ടേഴ്സാണ്. വയം ചികിത്സകാः സ്മഃ, എന്നുവെച്ചാൽ എന്താണ്? ഞങ്ങളെല്ലാവരും ഡോക്ടേഴ്സാണ്. വയം അഭ്യാസം കുർമഃ, വരൂ നമുക്ക് എക്സസൈസ് ചെയ്യാം. ഉച്ചൈഃ പഠन्तु അവഗച്ഛन्तु ച, ഉച്ചത്തിൽ വായിക്കുക, മനസ്സിലാക്കുകയും ചെയ്യാം. ത്വമേവ മാതാ ച പിതാ ത്വമേവ, ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ, ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ, ത്വമേവ സർവം മമ ദേവദേവ. ത്വം ഏവ മാതാ, ത്വം ഏവ പിതാ, ത്വം ഏവ ബന്ധുഃ, ത്വം ഏവ സഖാ, ത്വം ഏവ വിദ്യാ, ത്വം ഏവ ദ്രവിണം ദേവദേവ, ത്വം ഏവ മമ സർവം. ത്വം ഏവ മാതാ, നീ തന്നെയാണ് അമ്മ. ത്വം ഏവ പിതാ, നീ തന്നെയാണ് അച്ഛൻ. ത്വം ഏവ ബന്ധുഃ, നീ തന്നെയാണ് സഹോദരൻ. ത്വം ഏവ സഖാ, നീ തന്നെയാണ് സഖാ, അതായത് മിത്രം. ത്വം ഏവ വിദ്യ, നീ തന്നെയാണ് വിദ്യ, അറിവ്. ത്വം ഏവ ദ്രവിണം, നീ തന്നെയാണ് ധനം. ദേവദേവ, ഹേ ദേവാദിദേവ, ഹേ ഈശ്വര, ഹേ ദൈവമേ, ത്വം ഏവ മമ സർവം, നീ തന്നെയാണ് എനിക്കെല്ലാം, എൻ്റെ എല്ലാം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഉദാഹരണാനുഗുണം അധോലിഖിതേഷു വാക്യേഷു പട്ടികാതഃ ഉചിതൈഃ പദൈഃ റിക്തസ്ഥാനാനി പൂരയന്തു. അതായത് ഉദാഹരണം തന്നതനുസരിച്ച് താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ബോക്സിനകത്തെ വേർഡ്സിൽ ഉചിതമായ പദം എടുത്ത് ബ്ലാങ്ക്സ് ഫിൽ ചെയ്യുക. ഓക്കെ, എക്സാമ്പിൾ ഒന്ന് നോക്കാം. ത്വം ഛാത്രഃ അസി, നീ സ്റ്റുഡൻറ്റ് ആണ്. നീ എന്നത് എന്തുകൊണ്ടാണ് വന്നത്? ത്വം എന്ന് എന്താ വന്നേ? ക്രിയ അസി ആയതുകൊണ്ടാണ്. ഓക്കെ, അടുത്ത് നോക്കാം. ഡാഷ് ശിക്ഷകൗ സ്വഃ. ഡാഷ് ശിക്ഷകൗ എന്ന് പറയുമ്പോൾ എത്രയാണ്? 2 ടീച്ചേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? അതുപോലെ ക്രിയ എന്താ കൊടുത്തേക്കുന്നത്? സ്വഃ, അതായത് ഉത്തം പുരുഷ് ദ്വിവചനമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കർത്തയും എന്തായിരിക്കണം? ഉത്തം പുരുഷ് ദ്വിവചനമായിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ആവാം എന്ന് കൊടുത്തത്. ഓക്കെ, ആവാം ശിക്ഷകൗ സ്വഃ, ഞങ്ങൾ 2 പേരും ടീച്ചേഴ്സാണ്. മഞ്ചേ ഡാഷ് നർത്തക്യഃ സ്ത, സ്റ്റേജിൽ ഡാഷ് നർത്തകിമാർ സ്ത. സ്ത എന്ന് പറയുമ്പം എന്താണത്?
മധ്യം പുരുഷ് ബഹുവചനാണല്ലേ. അപ്പോൾ കർത്ത എന്തായിരിക്കണം? മധ്യം പുരുഷ് ബഹുവചനായിരിക്കണം. നമ്മൾ ഏത് വേർഡാണ് യൂസ് ചെയ്യുക ഇവിടെ? യൂയം. ഓക്കെ. മഞ്ചേ യൂയം നർത്തക്യഃ സ്ത. അതായത് സ്റ്റേജിൽ നിങ്ങളെല്ലാവരും നർത്തകിമാരാണ്. അത്ര ഡാഷ് അസ്മി. അസ്മി എന്ന് പറയുമ്പം ഏതാണ്? ഉത്തം പുരുഷ് ഏകവചനമാണ്. അപ്പം നമ്മൾ ക്രിയയും ഉത്തം പുരുഷ് ഏകവചനമാണ് യൂസ് ചെയ്യേണ്ടത്. അത്ര അഹം അസ്മി. ഇവിടെ ഞാനുണ്ട്. സഭായാം ഡാഷ് ഗായികേ സ്തഃ. സഭയിൽ ഡാഷ് ഗായികേ. ഗായികേ എന്ന് പറയുമ്പം ആണ് അവിടെ രണ്ട് സിംഗേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സ്തഃ എന്നാൽ എന്താണ്? മധ്യം പുരുഷ് ദ്വിവചൻ. ഇത് ക്രിയയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് വരും? കർത്തയും മധ്യം പുരുഷ് ദ്വിവചനാണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ യുവാം എന്ന് ചേർത്തു. ഓക്കെ. സഭയിൽ നിങ്ങൾ 2 പേര് സിംഗേഴ്സാണ്. അടുത്ത നോക്കാം. വിദ്യാലയെ ഡാഷ് സ്മഃ. സ്കൂളിൽ ഡാഷ് സ്മഃ. സ്മഃ എന്ന് പറയുമ്പം ഉത്തം പുരുഷ് ബഹുവചൻ ക്രിയയാണ്. അപ്പോൾ ക്രിയ സ്മഃ ആവുമ്പോൾ കർത്ത എന്താവും? വയം. അടുത്ത നോക്കാം. വൈദ്യാലയെ ഡാഷ് ചികിത്സികം അസി. ഹോസ്പിറ്റലിൽ ഡാഷ് ചികിത്സിക്ക എന്നാൽ എന്താണ്? ഫീമെയിൽ ഡോക്ടറാണ്. അസി എന്ന് പറയുമ്പം എന്താണ്? മധ്യം പുരുഷ് ഏകവചനാണ് ക്രിയ വരുന്നത്. ഓക്കെ. അങ്ങനെ വരുമ്പോൾ കർത്ത എന്താവും? മധ്യം പുരുഷ് ഏകവചനാവും. നമ്മൾ ഉപയോഗിച്ചത് ത്വം. അപ്പോൾ എങ്ങനെ വരിക? ഹോസ്പിറ്റലിൽ നീ ഫീമെയിൽ ഡോക്ടറാണ്. നമുക്ക് അടുത്ത് നോക്കിയാലോ. ചിത്രം ദൃഷ്ട്വാ ഉദാഹരണസ്യ അനുഗുണം വാക്യാനി ലിഖന്തു. ചിത്രം നോക്കി ഉദാഹരണം തന്നതനുസരിച്ച് സെൻറ്റൻസ് എഴുതുക. ഓക്കെ. തന്നിട്ടുണ്ട് ഒരു എക്സാമ്പിളായിട്ട്. അഹം ശിക്ഷകഃ അസ്മി. ഞാൻ ടീച്ചറാണ്. ആവാം ശിക്ഷകൗ സ്വഃ. ഞങ്ങൾ 2 പേരും ടീച്ചേഴ്സാണ്. വയം ശിക്ഷകാഃ സ്മഃ. ഞങ്ങൾ എല്ലാവരും ടീച്ചേഴ്സാണ്. അഹം തന്ത്രജ്ഞഃ അസ്മി. ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. ടെക്നീഷ്യൻ എന്ന് പറയും, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന് പറയും. ഓക്കെ. ആവാം തന്ത്രജ്ഞൗ സ്വഃ. ഞങ്ങൾ 2 പേരും സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സാണ്. വയം തന്ത്രജ്ഞാഃ സ്മഃ. ഞങ്ങൾ എല്ലാവരും സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സാണ്. ഓക്കെ. അഹം നർത്തകഃ അസ്മി. ഞാനൊരു നർത്തകിയാണ്. ആവാം നർത്തകൗ സ്വഃ. ഞങ്ങൾ 2 പേരും നർത്തകിമാരാണ്. വയം നർത്തകാഃ സ്മഃ. ഞങ്ങളെല്ലാവരും നർത്തകികളാണ്, അതായത് ഡാൻസേഴ്സാണ്. അഹം ചാലകഃ അസ്മി. ഞാൻ ഡ്രൈവറാണ്. ആവാം ചാലകൗ സ്വഃ. ഞങ്ങൾ 2 പേരും ഡ്രൈവേഴ്സാണ്. വയം ചാലകാഃ സ്മഃ. ഞങ്ങൾ എല്ലാവരും ഡ്രൈവേഴ്സാണ്. അഹം ആരക്ഷിക അസ്മി. ഞാൻ ഫീമെയിൽ പോലീസാണ്. ഓക്കെ. ആവാം ആരക്ഷികേ സ്വഃ. ഞങ്ങൾ 2 പേരും പോലീസാണ്. വയം ആരക്ഷികാഃ സ്മഃ. ഞങ്ങളെല്ലാവരും പോലീസാണ്. അഹം ഛാത്ര അസ്മി. ഞാൻ സ്റ്റുഡൻ്റാണ്. ആവാം ഛാത്രൈ സ്വഃ. ഞങ്ങൾ 2 പേരും സ്റ്റുഡൻസാണ്. വയം ഛാത്രാഃ സ്മഃ. ഞങ്ങളെല്ലാവരും സ്റ്റുഡൻസാണ്. അഹം ഗായിക അസ്മി. ഞാൻ സിംഗറാണ്, അതായത് ഫീമെയിൽ സിംഗർ. ആവാം ഗായികേ സ്വഃ. ഞങ്ങൾ 2 പേരും സിംഗേഴ്സാണ്. വയം ഗായികാഃ സ്മഃ. ഞങ്ങളെല്ലാവരും സിംഗേഴ്സാണ്. അഹം അനുവൈദ്യ അസ്മി. ഞാൻ നേഴ്സാണ്. ആവാം അനുവൈദ്യേ സ്വഃ. ഞങ്ങൾ 2 പേരും നേഴ്സാണ്. വയം അനുവൈദ്യാഃ സ്മഃ. ഞങ്ങളെല്ലാവരും നേഴ്സാണ്. ത്വം ചികിത്സകഃ അസി. നീ ഡോക്ടറാണ്. യുവം ചികിത്സകൗ സ്തഃ.
നിങ്ങൾ രണ്ടുപേരും ഡോക്ടേഴ്സാണ്. യൂയം ചികിത്സിക്കാഹ സ്ത, നിങ്ങളെല്ലാവരും ഡോക്ടേഴ്സാണ്. ത്വം ലേഖക അസി, നിങ്ങൾ ഓഥറാണ്. യുവാം ലേഖകൗ സ്തഃ, നിങ്ങൾ രണ്ടുപേരും ഓഥേഴ്സാണ്. യൂയം ലേഖകാഹ സ്തഃ, നിങ്ങളെല്ലാവരും ഓഥേഴ്സാണ്. ത്വം സൈനികഃ അസി, നിങ്ങൾ സൈനികനാണ്. യുവാം സൈനികൗ സ്തഃ, നിങ്ങൾ രണ്ടുപേരും സൈനികരാണ്, അതായത് സോൾജേഴ്സാണ്. യൂയം സൈനികാഃ സ്തഃ, നിങ്ങളെല്ലാവരും സോൾജേഴ്സാണ്. ത്വം ക്രീഡകഃ അസി, നിങ്ങൾ പ്ലെയറാണ്. യുവാം ക്രീഡകൗ സ്തഃ, നിങ്ങൾ രണ്ടുപേരും പ്ലെയേഴ്സാണ്. യൂയം ക്രീഡകാഃ സ്തഃ, നിങ്ങൾ എല്ലാവരും പ്ലെയേഴ്സാണ്. ത്വം ക്രീഡക അസി, നിങ്ങൾ ഫീമെയിൽ പ്ലെയറാണ്. ക്രീഡിക മീൻസ് ഫീമെയിൽ പ്ലെയർ. ഓക്കെ. യുവാം ക്രീഡികേ സ്തഃ, നിങ്ങൾ രണ്ടുപേരും പ്ലെയേഴ്സാണ്. യൂയം ക്രീഡികാഃ സ്തഃ, നിങ്ങളെല്ലാവരും പ്ലെയേഴ്സാണ്. ത്വം അധിവക്ത്രി അസി, നിങ്ങൾ അഡ്വക്കേറ്റാണ്. യുവാം അധിവക്ത്രൈ സ്തഃ, നിങ്ങൾ രണ്ടുപേരും അഡ്വക്കേറ്റ്സാണ്. യൂയം അധിപത്രിയഃ സ്തഃ, നിങ്ങൾ എല്ലാവരും അഡ്വക്കേറ്റ്സാണ്, അതായത് ലോയേഴ്സാണ്. ഓക്കെ, ഫീമെയിൽ ലോയേഴ്സ്. ത്വം ഛാത്ര അസി, നീ സ്റ്റുഡൻ്റാണ്. യുവാം ഛാത്രൈ സ്തഃ, നിങ്ങൾ രണ്ടുപേരും സ്റ്റുഡൻസാണ്. യൂയം ഛാത്രാഃ സ്തഃ, നിങ്ങൾ എല്ലാവരും സ്റ്റുഡൻസാണ്. ത്വം ധാവിക അസി, നീ അത്ലറ്റാണ്. യുവാം ധാവികേ സ്തഃ, നിങ്ങൾ രണ്ടുപേരും അത്ലറ്റ്സാണ്. യൂയം ധാവികാഃ സ്തഃ, നിങ്ങളെല്ലാവരും അത്ലറ്റ്സാണ്. ഉദാഹരണാനുഗുണം വാക്യാനി പരസ്പരം യോജയന്തു. ഇതിനകത്ത് മാച്ച് ദ ഫോളോയിങ് ആണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയല്ലോ, അപ്പോൾ നിങ്ങളിത് ചെയ്യണം കേട്ടോ. ഇവിടെ ചെയ്യേണ്ടത് ഏകവചനം, ദ്വിവചനം, ബഹുവചനം, അത് അതിൻ്റേതായിട്ടുള്ളത് കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് എഴുതുക. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, അതനുസരിച്ച് എഴുതിയാൽ മതി. ഓക്കെ. ഇതിപ്പോൾ അത്ര പാടൊന്നുമില്ല. ഗായക എന്ന് നോക്കുക, അടുത്ത സെൻറ്റൻസിനകത്ത് അത് വരുന്നതാണോ നോക്കുക, എഴുതുക. ഛാത്ര, ശിക്ഷക്, നർത്തകി, ഗൃഹിണി, അങ്ങനെയുള്ള വാക്കുകൾ കണ്ടുപിടിച്ചാലും മതി, നിങ്ങൾക്ക് ആൻസറിൽ എത്താനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഉദാഹരണാനുഗുണം ഉത്തരാണാം പ്രശ്ന നിർമ്മാണം കുറുവന്തു. ഉദാഹരണം തന്നതനുസരിച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കണം. ഓക്കെ, ഉത്തരത്തിന് ചോദ്യങ്ങൾ ഉണ്ടാക്കി വയ്ക്കണേ. ത്വം ചികിത്സകഃ, നീ ചികിത്സക, അതായത് ഡോക്ടറാണ്. അപ്പോൾ എന്താ ചോദ്യം വരിക? ആരാണ് ഡോക്ടർ എന്ന് വരും, ആരാണ് നീ എന്നും വരും. ഓക്കെ. കഹ ചികിത്സകഃ, ആരാണ് ഡോക്ടർ. ത്വം കഹ, നീ ആരാണ്. ത്വം തന്ത്രജ്ഞഃ, നീ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അപ്പം എങ്ങനെ ചോദ്യം വരിക? കഹ തന്ത്രജ്ഞഃ, ആരാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. പിന്നെന്താ ചോദ്യം വരിക? ത്വം കഹ, നീ ആരാണ്. യുവാം ബാലകൗ, നിങ്ങൾ രണ്ടുപേരും കുട്ടികളാണ്. അപ്പം എങ്ങനെ ചോദ്യം വരിക? കൗ ബാലകൗ, ആരാണ് കുട്ടികൾ. അല്ലെങ്കിൽ പറയാം യുവാം കൗ, നിങ്ങൾ രണ്ടുപേരും ആരാണ്. യൂയം ഛാത്രാഹ്, നിങ്ങളെല്ലാവരും സ്റ്റുഡൻസാണ്. അപ്പം എങ്ങനെ ചോദ്യം വരിക? കേ ഛാത്രാഹ്, ആരൊക്കെയാണ് സ്റ്റുഡൻസ് എന്ന് വരാം. യൂയം കേ, നിങ്ങളൊക്കെ ആരാണ്. അഹം ന്യായാധീശഃ, ഞാൻ ജഡ്ജിയാണ്. അപ്പോൾ എങ്ങനെ ചോദ്യം വരിക? കഹ ന്യായാധീശഃ, ആരാണ് ജഡ്ജി. അഹം കഹ, ഞാൻ ആരാണ്. ആവാം ഗായികേ, ഞങ്ങൾ രണ്ടുപേരും ഫീമെയിൽ സിംഗേഴ്സാണ്. എങ്ങനെ ചോദ്യം വരിക? കേ ഗായികേ,
ആരാണ് സിംഗേഴ്സ്? അല്ലെങ്കിൽ പറയാം ആവാം കെ, ഞങ്ങൾ രണ്ടുപേരും ആരാണ്? വയം ശിക്ഷിക്കാഹ, ഞങ്ങളെല്ലാവരും ടീച്ചേഴ്സാണ്. എങ്ങനെ ചോദ്യം വരിക? ആരാണ് ടീച്ചേഴ്സ്? അല്ലെങ്കിൽ ആരൊക്കെയാണ് ടീച്ചേഴ്സ്? കാഹ ശിക്ഷിക്കാഹ. എഴുതാം വയം കാഹ, ഞങ്ങളെല്ലാവരും ആരാണ്? അപ്പോൾ എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ശബ്ദം ഇത്രത്തോളം പോയി കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും ഇടാത്തത്. മനഃപൂർവ്വമല്ല, ശബ്ദം ഒന്ന് ശരിയാവട്ടെ കേട്ടോ. ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാനായിട്ട് നോക്കാം. ഓക്കെ, കീപ് സപ്പോർട്ടിങ്. വീഡിയോ ഇഷ്ടമായ ഉറപ്പായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക് യു.